ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. 3 to 1 എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വിത്ത് ഫലൂഡയാണ്. ഇതെങ്ങനെയാണ് നോക്കാം. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമിന് വേണ്ടിയിട്ട് 3 ഇളനീരിന്റെ കഴമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് ഇളനീർ വെള്ളം, 1 കപ്പ് വിപ്പിംഗ് ക്രീം. നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇളനീർ കഴമ്പ് അടിച്ചെടുത്തിട്ട് വരാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കഴമ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിന്റെ വെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് ക്രീം ബീറ്റ് ചെയ്യാം. ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ആദ്യം 1 മിനിറ്റ് ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ സ്പീഡിലിട്ട് 3 മിനിറ്റ് നേരം ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. സ്പാറ്റിൽ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അടിച്ചു വെച്ച കഴമ്പിന്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് കുറച്ചായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ ഓവർനൈറ്റ് വെക്കാം. ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഐസ്ക്രീം പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഫലൂഡ തയ്യാറാക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഐസ്ക്രീം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ഫലൂഡ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം മെയ്ഡ് റോസ് സിറപ്പ് എടുത്തിട്ടുണ്ട്, കസ്കസ്, സേമിയ വേവിച്ചത്, ചോപ്പ് ചെയ്ത അണ്ടിപ്പരിപ്പ്, ചോപ്പ് ചെയ്ത ബദാം, മാങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കത് ചെയ്തെടുക്കാം. 2 ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐസ്ക്രീം അടിച്ചു വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം കസ്കസ് ഇട്ട് കൊടുക്കാം. വേവിച്ചു വെച്ച സേമിയയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി മാമ്പഴം ഇട്ട് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കാം.
ഒരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്തെടുക്കാം. ആദ്യം റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കസ്കസ് ചേർത്ത് കൊടുക്കാം. സേമിയ വേവിച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാം. മാമ്പഴം മുറിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ചോപ്പ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ട് കൊടുക്കാം. ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായി കുറച്ച് റോസ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ടോപ്പിംഗ് ആയിട്ട് ബദാമും അണ്ടിപ്പരിപ്പും കുറച്ചിട്ട് കൊടുക്കാം. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും അത് വെച്ചിട്ടുള്ള ഫലൂഡയും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും ഫലൂഡയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്